സോഷ്യൽ മീഡിയ യുഗമാണ്. ഇപ്പൊ സ്റ്റേജ് കയറണ്ട, പിന്നെ സോഷ്യൽ മീഡിയ കയറിയാൽ മതി. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. എല്ലാവരും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പലതും പറയണമെന്ന് തോന്നും, പലതും എഴുതണമെന്ന് തോന്നും. ഓരോരുത്തരുടെ വികാരമാണ്. അപ്പൊ ഓരോരുത്തർക്കും ഒരു ധാരണ ഉണ്ടാവും. അതെന്താണെന്നറിയോ? പണ്ട് റസാനത്ത് പറഞ്ഞതുപോലെ എല്ലാവരും പറയുന്നു അവര് 4 മുഴയുണ്ട്, ഞാനും പറയുന്നു എനിക്ക് 4 മുഴയുണ്ട്. ആരാ പറയുന്നത്? ഉറുമ്പാ പറയുന്നു. പക്ഷെ ഉറുമ്പ് പറയാണ്, പക്ഷെ എന്റെ കാല് കൊണ്ട് അളന്നു നോക്കണം, എന്റെ കൈ കൊണ്ട് അളന്നു നോക്കണം. എന്റെ കൈ കൊണ്ട് അളന്നു നോക്കിയാൽ ഞാനുണ്ട് 4 മുഴം എന്നൊരു ഉറുമ്പ് വീമ്പിളക്കിയതുപോലെ. ഇപ്പൊ ആളുകളൊക്കെ എന്താപ്പോ എനിക്കെന്താ കാര്യം തിരിയൂലേ? ആഗോള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവന്റെ അഭിപ്രായത്തിൽ പറയാൻ, അങ്ങനെ പലതും പറയാൻ. അതങ്ങ് തെറ്റിപ്പോയാൽ ഇപ്പൊ ഒന്നും വരാനൊന്നുമില്ല. അത് ആഖിറത്തിനെ ബാധിക്കൊന്നുമില്ല, മറിച്ച് നമ്മളെ ഈമാൻ തെറ്റിപ്പോവൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് നമ്മൾ മതപരമായ വിഷയം പറയുമ്പോൾ, മതപരമായ വിഷയം കൈകാര്യം ചെയ്യും, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൂടെ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാർ ശരിക്കും ശ്രദ്ധിക്കണം. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം പറയും. പ്രത്യേകിച്ച് ഇപ്പൊ ഗ്രൂപ്പ്, ഈ എന്താണ് ഓൺലൈനിൽ ഗ്രൂപ്പുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പിൽ ഒരുത്തൻ എന്തെങ്കിലും അങ്ങ് പറയും, അപ്പം വേറൊരുത്തനെ പ്രതികരിക്കും, അപ്പം മറ്റൊരാൾ അതിനെതിരായിട്ട് പറയും. ഞാൻ പറഞ്ഞ് ജയിക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ശരിയോ തെറ്റോ എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വാചകം നമ്മൾ പറഞ്ഞു പോകും, എഴുതിപ്പോകും. അതുകൊണ്ട് വല്ലാതെ ശ്രദ്ധിക്കണം. നമ്മൾ ദീനിന്റെ കാര്യങ്ങളിൽ നമുക്കറിവ് കുറവാണ് എന്ന ബോധം വേണം. ഞാനൊരു വലിയ അറിവുള്ളവനാണ് എന്ന ചിന്ത എൻ്റെ കൽബിൽ പാടില്ല, ആരുടെ കൽബിലും പാടില്ല. ഏത് അറിവുള്ളവന്റെ മേലെയും വേറെ അറിവുള്ളവനുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വലിയ അറിവുള്ള ഇമാമിങ്ങളാണ് നമുക്ക് എത്തിച്ചു തന്നത്. അവരെ പിന്തുണക്കണം, അവരെ പിന്തുടരണം, അവരെ ഫോളോ ചെയ്യണം. ആ ഇമാമിങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത സഹാബികൾ, ആ സഹാബികൾക്ക് എത്തിച്ചു കൊടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹിക്കെതിരായി, സഹാബികൾക്കെതിരായി, ഇമാമിങ്ങൾക്കെതിരായി, അതിൻ്റെ എല്ലാം അപ്പുറം അല്ലാഹുവിനെതിരായി ഒരു വാക്കും നമ്മുടെ നാവിൽ നിന്ന് വന്നുകൂടാ, നമ്മുടെ എഴുത്തിൽ സംഭവിച്ചുകൂടാ. നമ്മൾ തീരെയൊന്നും പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല. മൻ സമത നജാ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഖൈറാണെന്ന്, ഖൈർ മാത്രമാണെന്ന് ഉറപ്പുള്ളതേ പറയാവൂ, അല്ലാത്ത ഒന്നും പറയരുത്. ഉറപ്പാണ് പറഞ്ഞ ഖൈറാണ്, അങ്ങനത്തതേ പറയാവൂ, അല്ലാത്ത ഒന്നും പറയരുത്. അപ്പൊ നമ്മൾ സംസാരം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പ്രവർത്തകന്മാരും നേതാക്കളും ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കണം. മൻ ഖളാ ലി അഹദിൻ മിൻ ഉമ്മതി ഹാജതൻ യുരീദു അൻ യുസ്റഹു ബിഹാ ഫഖദ് സറനി. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുത്തു, അങ്ങനെ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചാൽ ഫഖദ് സറനി, നബി തങ്ങൾ പറയാ, അതേ അദ്ദേഹം എന്നെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സറനി, എന്നെ വല്ലവനും സന്തോഷിപ്പിച്ചാൽ ഫഖദ് സറല്ലാഹ്, അവൻ അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചവനാ. വമൻ സറല്ലാഹ്, അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തും. അപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകൾക്ക് മുഴുവനും സന്തോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ നമ്മൾ ചെയ്യണം. അതിലെല്ലാവരും പെട്ടു, അതിലെല്ലാവരും പെട്ടു. നമ്മളെ ഉമ്മവാപ്പമാർ അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതല്ലാതെ ജീവിതത്തിൽ ഉച്ചരിച്ചു പോകരുത്. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. ഖുർആൻ തന്നെ പ്രത്യേകം പറഞ്ഞതാണ്, ബാപ്പ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് അല്ലാതെ പറയരുത്.
അതുപോലെ നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷമുണ്ടാകുന്നതല്ലാതെ സംസാരിക്കുക. ഒരു പക്ഷേ ഭാര്യ അവള് നമ്മളെ സന്തോഷവും ദുഃഖവും നോക്കാതെ സംസാരിച്ചു എന്ന് വെക്കാം. അപ്പൊ വിചാരിക്കണം അവൾക്ക് അറിവ് കുറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ചെറിയ കുട്ടികളില്ലേ, ചെറിയ കുട്ടികൾ ചിലപ്പോൾ മാന്തി പറിക്കും, ചെറിയ കുട്ടികൾ ചിലപ്പോൾ പിടിച്ച് കടിക്കും, അങ്ങനെ പലതും ചെയ്യും. ചിലപ്പോൾ ഉപ്പാപ്പാൻ്റെ നെഞ്ഞത്തൊല്ലും കയറും. അതെന്താണ്? ഉപ്പാപ്പാനോട് വെറുപ്പുണ്ടായിട്ടൊന്നുമില്ല, കുട്ടിയൊക്കെ അത്രയും വിവരമുള്ളൂ. അതുപോലെ നമ്മുടെ ഭാര്യമാർ നമുക്ക് മനസ്സിന് തീരെ പിടിക്കാത്ത വർത്തമാനം പറഞ്ഞാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അവളൊരു പാവം സ്ത്രീയാണ്, അവൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഉയർന്ന ചിന്ത നമുക്കുണ്ടാകണം. നമ്മൾ പറയുന്നത് സന്തോഷമുണ്ടാക്കുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മളുടെ സ്വഭാവവും സംസാരവും ശരിയാകും. അല്ലേ നിങ്ങൾ XSFന്റെ SYSന്റെ മുസ്ലിം ജമാഅത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് എന്നൊരു കാര്യമില്ല, സ്വന്തം വീട്ടിലുള്ള ഭാര്യയ്ക്ക് നിങ്ങളെ പറ്റി ഒരു മതിപ്പും ഉണ്ടാവില്ല. നല്ല വർത്തമാനം മാത്രമേ പറയാൻ പാടുള്ളൂ. ഭാര്യമാരോട് നല്ല പെരുമാറ്റം. വഅശിറുഹുന്ന ബിൽ മഅറൂഫ്. അതുപോലെ പാവപ്പെട്ടവരോട് നമുക്കെപ്പോഴും സ്നേഹം വേണം, അവരെ നമ്മൾ അടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെൺകുട്ടികളെ പ്രത്യേകം പരിഗണിക്കണം. എത്രത്തോളം നീ വളരെ അധ്വാനിച്ച് പൊന്നും പണവും ഒക്കെ സമ്പാദിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു, ആ പെൺകുട്ടി ഒരു പക്ഷേ അവളെ സ്വഭാവ ദൂഷ്യത്താൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ അവളെ ഭർത്താവ് തലാക്ക് ചൊല്ലി അവൾ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ വരുമ്പോ ആ പെൺകുട്ടി അവൾക്ക് നീ ചെയ്തു കൊടുക്കുന്ന കാര്യം എന്തുണ്ടോ അതാണ് ഏറ്റവും ബഹുമാനമുള്ള സദഖ. അല അദുല്ലുക്കും അലാ അഫ്ളലി സദഖ ഇബ്നതുക മർദൂദത്തുൻ ഇലൈക ലൈസ ലഹാ കാസിബുൽ ഗൈർ. നിന്റെ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ആ പെൺകുട്ടിക്ക് നീ അല്ലാതെ ആരെന്ത് ചെയ്തു കൊടുക്കാനാ? ബാപ്പയായ നീ ആ പെൺകുട്ടിയോട് ഞാൻ നല്ലൊരു ഭർത്താവിനടുത്ത് വിവാഹം ചെയ്ത് തിരിച്ച് നിന്നെ അയച്ചതല്ലേ, നീ അവിടെ നീ പോന്നതല്ലേ, ഇങ്ങനത്തെ വർത്തമാനമൊന്നും ബാപ്പ പറയാൻ പാടില്ല. ആ പെൺകുട്ടിയെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അവൾക്ക് വേണ്ടി നീ ചെയ്യുന്ന അധ്വാനം അത്, എന്നിട്ട് അവൾക്ക് നീ ചെയ്തു കൊടുക്കുന്ന ഗുണം, അതാണ് അഫ്ളലു സദഖ. സദഖയിൽ ഏറ്റവും ബഹുമാനമുള്ള സദഖ. നമ്മൾ സാധാരണയായി പള്ളിക്ക് കൊടുത്താലുള്ള ബഹുമാനം പറയും, മദ്രസ കൊടുത്താലുള്ള ബഹുമാനം പറയും, ഇനിയിപ്പോ നമ്മുടെ സംഘടന കൊടുത്താലുള്ള ബഹുമാനം പറയും, ഞാനാണെങ്കിൽ സിറാജുൽ കൊടുത്താലുള്ള ബഹുമാനം പറയും. അതൊക്കെ പറയണം, അത് പറയണ്ടെന്നല്ല. പക്ഷെ നബിതങ്ങൾ ഒരു അഫ്ളലു സദഖയായി എണ്ണിയ സദഖ സ്വന്തം പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേണ്ടി ബാപ്പ ചെയ്യുന്ന ധർമ്മങ്ങൾ. ഇതുപോലെ തന്നെയാണ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ധർമ്മമാണ്. അതുപോലെ നമ്മുടെ കുടുംബത്തിന് ചെയ്യുന്നൊക്കെ ധർമ്മമാണ്. കുടുംബത്തിൽ കൊടുത്താൽ ചിലപ്പോ പത്രത്തിൽ വരില്ല, സ്റ്റേജിൽ നിന്ന് വിളിച്ചു അറിയില്ല. അതിനുവേണ്ടിയല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലേ. അപ്പൊ നമ്മളെ ഖൽബ് അള്ളാഹുവിലേക്ക് തിരിയണം. ചെയ്യുന്നതെല്ലാം പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇയ്യാക്കും വല്ലൻ, ആരെയും തെറ്റിദ്ധരിക്കരുത്. ഹദീസ്, ധാരണകൾ അത് വലിയ കളവാണ്. അതുകൊണ്ട് ആരെയും തെറ്റിദ്ധരിക്കരുത്, ആരെയും തുടർന്നന്വേഷിക്കരുത്, ആരുമായി നമ്മൾ പിണങ്ങരുത്, ആരോടും അസൂയ വെക്കരുത്, ആരെയും വെറുക്കരുത്. നമ്മൾ സഹോദരന്മാരാണ് എന്ന വിധത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ അനുജൻ എന്ന നിലക്ക് മാത്രം പരസ്പരം നാം കാണണം. ഒരു മീറ്റിങ്ങില് അത് അപ്പുറത്തെ യൂണിറ്റിലുള്ളവൻ, അല്ലെങ്കിൽ ഇപ്പുറത്തെ സെക്ടറിലുള്ളവൻ, അല്ലെങ്കിൽ അപ്പുറത്തെ സോണിലുള്ളവൻ അവനെ നിശ്ചിതമായി വിമർശിക്കുന്ന രീതിയൊന്നും നമ്മളുടെ പറ്റൂല. എല്ലാരെ പറ്റിയും നല്ല വിചാരിക്കണം, എല്ലാരെ പറ്റിയും നല്ലത് പറയണം. ആർക്കെങ്കിലും ഇടയിൽ ഒരു ചെറിയ പിണക്കമോ മറ്റോ സംഭവിച്ചാൽ ഇസ്ലാഹു ദാത്തിൽ ബൈൻ, അവരെ നന്നാക്കണം. അത് നബി തങ്ങൾ പറഞ്ഞു, മിൻ ദറജത്തി സിയാമി വസ്സദഖത്തി വസ്സലാത്ത്, നോമ്പും നിസ്കാരവും അതുപോലെ സദഖയും അതിനേക്കാളൊക്കെ വലിയ പുണ്യകർമ്മയാണ് രണ്ടാൾ തമ്മിൽ തെറ്റിയാൽ അവരെ നന്നാക്കുക എന്നത്. അപ്പൊ ആ നിലക്കായിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകുന്നത്. ലാ തൂദുൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിനെയും ശല്യം ചെയ്യരുത്. വലാ തുഅയ്യിറുഹും, ആരെയും നിന്ദിച്ച് സംസാരിക്കരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, ആർക്കെന്തുണ്ട് കുറ്റം എന്ന് കണ്ടുപിടിക്കാൻ നടക്കരുത്. അങ്ങനെ വന്നാൽ അല്ലാഹു അവന്റെ കുറ്റം വെളിച്ചത്തിട്ട് അവനെ വഷളാക്കാതിരിക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ.
അപ്പൊ നമ്മൾ എപ്പോഴും നല്ല വിചാരം, ഹുസ്നുൽ ളന്നി മിൻ ഹുസ്നിൽ ഇബാദ, നല്ല വിചാരം, എല്ലാവരെ പറ്റിയും നല്ല വിചാരം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബാ ദർ ലാ അഖല കത്തദ്ബീർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനാൽ എന്തുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതിനേക്കാൾ വലിയൊരു ബുദ്ധിയില്ല എന്ന് പറഞ്ഞു. ശരിയായ ബുദ്ധിയുള്ളവൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനപ്പുറം അതിന്റെ ഗുണമെന്താണ്, ദൂഷ്യവശം എന്താണ് എന്ന് ചിന്തിച്ചിട്ടേ പ്രവർത്തിക്കുള്ളൂ. വലാ വറഅകൽ കഫ്, അതുപോലെ അല്ലാഹുവിന് വറയുള്ളവരായി ജീവിക്കണം. വറ സൂക്ഷ്മത, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടാതിരിക്കുക. എല്ലാറ്റിനും ഞാൻ എന്ത് ചെയ്യണം, വോയിസ് മെസ്സേജ് ഇടണം, അല്ലെ ടെക്സ്റ്റ് മെസ്സേജ് എഴുതണം, അങ്ങനത്തെ ചിന്തയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. വലാ ഹസബക ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം, അതിനേക്കാൾ വലിയൊരു തറവാടിത്തില്ല. തറവാട് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സ്വഭാവമാണ്, അത് എപ്പോഴും ഉണ്ടാകണം. ഞാൻ ചുരുക്കുന്നു, അങ്ങനെ നല്ല സ്വഭാവം, അൽ മുസ്ലിമു അല്ലദീ യുഖാലിതു അന്നാസ് വയസ്ബിറു അലാ അദാഹും അഫ്ളലു മിനല്ലദീ ലാ യുഖാലിതുഹും വലാ യസ്ബിറു അലാ അദാഹും. ചില ആളുകളുണ്ട്, അവർ ആളുകളിൽ നിന്നൊക്കെ മാറി നിൽക്കും. കാരണം മാറി നിന്ന ഒരു ആക്ഷേപം ഉണ്ടാവില്ല, ആരും കുറ്റം പറയില്ല, ഒരാളും കുറ്റം പറയില്ല, മാറി അങ്ങ് നിന്നാൽ. അതെ, അങ്ങനെ മാറിയിരിക്കും ചിലര്. നബി തങ്ങൾ പറയാണ്, അങ്ങനെ മാറി നിൽക്കാതെ ജനങ്ങളെ കൂടെ തന്നെ കലർന്ന് പ്രവർത്തകനാവുക. വയസ്ബിറു അലാ അദാഹും. അപ്പം കുറെയൊക്കെ ആക്ഷേപിക്കുന്നവരുണ്ടാവും, കുറ്റം പറയുന്നവരുണ്ടാവും, എതിരായിട്ട് പ്രസംഗിക്കുന്നവരുണ്ടാവും, കല്ലെറിയുന്നവരുണ്ടാവും, അത് സ്വാഭാവികമാണ്. അഫ്ളലു മിനല്ലദീ ലാ യുഖാലിതുഹും വലാ യസ്ബിറു അലാ അദാഹും. അങ്ങനെ ജനങ്ങളുടെ ശല്യവും ജനങ്ങളുടെ ബുദ്ധിമുട്ടിക്കലും അതൊക്കെ ക്ഷമിക്കാൻ തയ്യാറല്ലാത്തതിനാൽ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവനേക്കാൾ എത്രയോ ബഹുമാനമുള്ളവൻ പ്രവർത്തനത്തിൽ സജീവമായി നീങ്ങുന്നു. പ്രശ്നങ്ങളെല്ലാം അവൻ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്നു. അതാണ് ഒരു അള്ളാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ള രീതി. ഒരിക്കലും നമ്മൾ പ്രവർത്തനരംഗത്ത് മാറിപ്പോകാൻ പാടില്ല, സജീവമായ പ്രവർത്തനം നടത്തും. ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ബുഖാരി മുസ്ലിമിൻ ഹദീസ. അതെ, ഗുസ്തി പിടിക്കുമ്പോൾ ആ ഗുസ്തിയിൽ അപ്പുറത്തുള്ളവനെ മലർത്തി തല്ലിയിടുന്നവൻ അവനല്ല ശക്തൻ. നാരാശക്തൻ. ഗുസ്തി മത്സരത്തിൽ അപ്പുറത്തുള്ളവനെ പിടിച്ച് തല്ലി മറിച്ചിടുന്നവനല്ല ശക്തൻ. പിന്നെ ആരാ ശക്തൻ? യഥാർത്ഥ ശക്തൻ നബി തങ്ങൾ പറയാണ്, ഇന്നമ ശദീദുൽ ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം പിടിക്കുന്ന സമയത്ത് മനസ്സിനെയും ശരീരത്തിനെയും നാവിനെയും നിയന്ത്രിക്കാൻ പറ്റുന്നവനാണ് ശക്തൻ. ചിലരുണ്ടല്ലോ, ഒന്നെന്തെങ്കിലും പ്രകോപിപ്പിക്കുന്ന വർത്താനം പറഞ്ഞാ പിന്നെ എന്തും വിളിച്ചു പറയും, നാവുകൊണ്ട് എന്തെല്ലാമോ ആവും. അങ്ങനല്ല, അവിടെ ക്ഷമിക്കാൻ കഴിയണം, അവനാണ് ശക്തൻ. മറ്റവൻ ദുർബലനാ. ശക്തൻ എന്ന് പറയുന്നത് അതാണ്. ശരിക്കും മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു വെക്കാൻ കഴിയണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും. അപ്പൊ നമ്മൾ നല്ലവരായി, നല്ല സ്വഭാവമുള്ളവരായി ജീവിക്കണം.